വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയും വിഷ്ണുവും കൂടി ആ ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് വിഷ്ണു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് സത്യഭാമയുടെ സഹായം കൊണ്ടൊക്കെ പഠിച്ച് ഡോക്ടറായ ഒരു സതീശൻ എന്ന് പറയുന്ന ഡോക്ടറുടെ അടുത്തേക്കാണ് ഇവർ വരുന്നതൊക്കെ. അന്നേരം ഇനി എന്തെങ്കിലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഈ പ്രായത്തിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. പിന്നെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കൂട്ടത്തിലൊരു പയ്യനെ കറിക്കത്തിക്ക് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം എൻ്റെ പൊന്ന് സതീശ എന്നൊക്കെ ഡോക്ടറെ ഇങ്ങനെ വിഷ്ണു വിളിക്കുന്നുണ്ട്. അന്നേരം നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് എഴുതാമെന്ന് പറയുന്നുണ്ട്. അതിനെ കേട്ടില്ലേ, പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരമാണെങ്കിൽ നഴ്സിനോട് പറഞ്ഞ് വിഷ്ണുവിനെ സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു വിടുന്നുണ്ട്. വിഷ്ണുവിനെ കൂട്ടി ആ റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഡോക്ടറോട് പറയുകയാണ്, ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് വയലൻ്റ് ആവുന്നു, എന്താണ് പറയുന്നതെന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സ്കാനിങ് റിപ്പോർട്ട് വരട്ടെ, അവനിനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് പരിഹരിച്ച് അവനെ രക്ഷിച്ചെടുത്തിരിക്കും. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത് അവൻ്റെ കുടുംബമായിട്ട് എനിക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട്, കസേരയിൽ ഇരിക്കാൻ തന്നെ കാരണം അവൻ്റെ അമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ശാലിനി ഇങ്ങനെ സമ്മതിക്കുന്നുണ്ട്. വിഷ്ണുവിനെ സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മയാണെങ്കിൽ അകത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കസേരയിൽ ഇങ്ങനെ വേലാതെ ഇരിക്കുന്നു. പെട്ടെന്ന് ശാരദാമ്മ കണ്ടങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് വന്നിരുന്നൂടെയും ചോദിക്കുകയാണ്. അന്നേരം ഈ കത്തിച്ച വീഡിയോ ഒന്ന് തീർത്തിട്ട് വിളിക്കാമെന്ന് കരുതി, അവനില്ലേ അകത്ത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉണ്ടെന്ന് പറയുമ്പോൾ വിളിക്കുമെന്ന് പറയുകയാണ്. അന്നേരം വെപ്രാളത്തോടെ ശാരദാമ്മ അകത്തേക്ക് പോയിട്ട് ഗോപാലേട്ടാ എന്ന് വിളിക്കുകയാണ്. അന്നേരം എന്തിനാ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെന്ന് ചോദിച്ച് ഗോപാലകൃഷ്ണൻ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം അവിടെ അയാൾ വേലായുധെന്ന് പറയുകയാണ്. അന്നേരം എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശാരദാമ്മ ഇറങ്ങുന്നില്ല, ശാരദാമ്മ അകത്ത് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടത്തേക്ക് വന്നത്, എന്നെ വീണ്ടും എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്, നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്തതാണല്ലോ, പൈസയൊക്കെ തന്നതാണല്ലോ, പറഞ്ഞ് അവസാനിപ്പിച്ചതാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചു, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നെടുത്ത പണി അവസാനിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്ത് പണി അവസാനിപ്പിച്ചത്, നീ കാര്യത്തിലേക്ക് വാന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ വളഞ്ഞ് മൂക്കി പിടിക്കുന്ന സ്വഭാവം എനിക്കില്ല എന്നതിന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നേരെ തന്നെ പറയാം, നമ്മൾ രണ്ടുപേരും കൂടി കുഴിച്ചിട്ട നസീറിൻ്റെ ബോഡി എവിടെയും ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം നിങ്ങളറിയാതെ അത് അവിടെ നിന്ന് പോകില്ല, അന്ന് രാത്രി നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ ചെയ്തതെന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയുടെ അകത്തു നിന്ന് കേട്ട് അങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, അന്ന് ആ രാത്രി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിന്നപ്പോൾ നീ എനിക്ക് ചെയ്തു തന്ന വലിയ സഹായം തന്നെയാണ്, പക്ഷെ നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുകയാണ്. അതിലെനിക്കൊരു പങ്കുമില്ല, എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം വേലായുധൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ആ കറുത്ത ജീപ്പിൽ വന്ന ആളുകളായിരിക്കുമോ കൊണ്ടുപോയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഒന്ന് അന്താളിക്കുകയാണ്. ഒരു കറുത്ത ജീപ്പോ എന്ന് നോക്കുമ്പോൾ വിഷ്ണുവിനെ ആലോചിക്കുന്നുണ്ട്. വിഷ്ണുവിനാണല്ലോ കറുത്ത ജീപ്പ്, അപ്പോൾ എല്ലാം ഇനി കേസ് തിരിഞ്ഞ് വിഷ്ണുവിൻ്റെ മണ്ടയ്ക്കാണോ പോകുന്നതെന്നും പറഞ്ഞ് ശാരദാമ്മ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അന്നേരം ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആണയിട്ട് പറയുകയാണ്. അന്നേരം എന്തായാലും പിന്നെ പണി വരാൻ പോകുന്നത് ഇനി അവർക്ക് തന്നെയാണ്, കേസിനി അവരുടെ പിന്നാലെ പോയിക്കോളും, എത്ര വലിയ ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും പൂട്ടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പെടുത്തും എന്നിങ്ങനെ വേലായുധൻ പറയുകയാണ്. എന്നിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ പോട്ടേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞ് വേലായുധൻ പറയുന്നുണ്ട്, അയ്യോ പോട്ടേന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇനിയും വരേണ്ടി വരുമല്ലോ, അപ്പോൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീഡിയോ ഒക്കെ കത്തിച്ച് വേലായുധൻ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. നേരെ ശാരദാമ്മ ഇങ്ങനെ വെളിയിലേക്ക് വന്നിട്ട്, എന്താ ഗോപാലേട്ട ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അറിയില്ല ശാരദയെന്നും പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ടും വെപ്രാളപ്പെട്ടും ഒക്കെ ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പോകുന്നുണ്ട്. ശാരദാമ്മ വിഷമിച്ച് വെളിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അതവിടെ മാറ്റിയത് ഗോപാലകൃഷ്ണൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. വിഷ്ണുവും കമലിനും കൂടി ചെന്നപ്പോൾ അവിടെ കണ്ടില്ലല്ലോ, പിന്നെ ഗോപാലകൃഷ്ണൻ തന്നിൽ തന്നെ ആ ഒരു രഹസ്യം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകും, അങ്ങനെ വരാനാണ് സാധ്യത. തുടർന്ന് വിഷ്ണു ശാലിനിയും കൂടി കളക്ടറേറ്റിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അവിടെ എസ്ഐയും കൂട്ടരും ഒക്കെ ഉണ്ട്. തുടർന്ന് ശാലിനിയുടെ ക്യാബിനിൽ വെച്ച് വിഷ്ണുവിനെ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പോലീസ് എസ്ഐ ആണെങ്കിൽ. അതൊന്നും പറയുന്നുണ്ട്, പിന്നെ വേലായുധൻ്റെ മൊഴിയിൽ ഒരു കൊലപാതകത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അത് നസീറിൻ്റേതല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അന്ന് അവിടെ നസീറിൻ്റെ ബോഡി ആരോ മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിവിടത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ആ ഒരു ജീപ്പ് വിഷ്ണുവിൻ്റെ സാന്നിധ്യം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ കൊലപാതകം എത്തി നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ ഫാദർ ഇൻ ലോയിലാണ്, അപ്പോൾ ഫാദർ ഇൻ ലോയെ രക്ഷിക്കുക എന്നുള്ളത് വിഷ്ണുവിൻ്റെ കടമയാണല്ലോ, പിന്നെ ആ ഒരു ജീപ്പിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സാറേ ഇതിനൊന്നും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, എൻ്റെ ജീപ്പാണെങ്കിൽ കാണാനില്ല, അതാരോ മോഷണം എടുത്തുകൊണ്ട് പോയി, അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയവനായിരിക്കും ചെയ്തുകൂടാ എന്നില്ലല്ലോ, അപ്പോൾ അവനെ പോയി കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് ഇതെങ്കിലും പങ്കുണ്ടോ എന്ന് വീണ്ടും ഇങ്ങനെ എസ്ഐ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്നേരം ശാലിനി ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല.
അന്നേരം വിഷ്ണുവിന് ദേഷ്യം വരുന്നു. വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ലേ? ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ജീപ്പ് മോഷണം പോയി എന്ന് പറയുന്നതൊക്കെ കള്ളമാണല്ലേ? ഇപ്പോൾ ഒരു നായകനാണെങ്കിൽ ഒരു ക്രൈം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത സംഭവമാണെങ്കിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുക, എന്നിട്ട് നായകന് വീണ്ടും ചെയ്യും. സാറേ, എൻ്റെ പൊന്നു സാറേ, അതൊക്കെ സിനിമയിലും സീരിയലിലൊക്കെ നടക്കും, ഇതൊരു ജീവിതമാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരവും നസീറിൻ്റെ ബന്ധമായിട്ട് വിഷ്ണുവിന് യാതൊരു ഇതും ഇല്ലേന്ന് ചോദിക്കാനുണ്ട്. എനിക്ക് എങ്ങനെയാണ് ബന്ധമുണ്ട്? അവനാണെങ്കിൽ ഭൂലോക ഫ്രോഡും ഡ്രഗ് അഡിക്റ്റും ഒക്കെയാണ്. സാറാണെങ്കിൽ വിഷ്ണു ആ അമ്മനോട് നസീറിനോട് സംസാരിച്ചിട്ടുണ്ടോ? അവനോട് വേറെ സാറിനൊരു വിരോധം ഇല്ലെങ്കിൽ പോലും അവൻ്റെ കണ്ണെ നോക്കി അടിക്കാനായിട്ട് തോന്നും. എനിക്കും പലതവണ തോന്നിയിട്ടുണ്ട്. അവന് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുത്തനെ കിട്ടിയാൽ തീർത്ത് കളയാത്ത ആരാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരവും പിന്നെ എസ് ഐ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അപ്പോൾ സാറിനാണെങ്കിൽ ഈ കൊലപാതകം എൻ്റെ മണ്ടയിൽ കെട്ടിവെക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വെള്ളരിക്കപ്പെട്ടണമൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിനെ ഞങ്ങളാണ് ചോദ്യം ചെയ്യുന്നത്, അല്ലാതെ വിഷ്ണു ഇങ്ങോട്ട് ചോദ്യം വേണ്ട എന്നിങ്ങനെ എസ് ഐ പറയുന്നുണ്ട്. അന്നേരം സാറേ, വ്യക്തമായിട്ട് തെളിവൊന്നും ഇല്ലെങ്കിൽ വെറുതെ ആണെങ്കിൽ ചോദ്യം തിരിച്ചുണ്ടാവും, അതിന് സമാധാനം പറയേണ്ടി വരും. പിന്നെ ഇവിടെ നിയമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അന്നേരം നസീറിൻ്റെ മരണവുമായിട്ട് യാതൊരു ബന്ധമില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം നസീർ മരിച്ചു എന്ന് നിങ്ങളോട് ഇപ്പോൾ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. വെറുതെ കൊന്നു കുഴിച്ചുമൂടി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ട് തെളിവുണ്ടോ? എന്തെങ്കിലും ബോഡി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അതിന് അവസാനം നസീർ മരിച്ച ദിവസം വിഷ്ണു അവിടെ പോയിരുന്നില്ലേന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, നസീർ മരിച്ചു എന്ന് നിങ്ങളടുത്ത് ആരാണ് പറഞ്ഞതെന്ന്. അതിന് അവസാനം ഫോൺ കോൾ വന്നിരിക്കുന്നത് കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ നിന്നാണെന്ന് പറയുമ്പോൾ അതൊരു ഫോൺ കോളല്ലേ, നസീറിൻ്റെ വാപ്പയല്ലേ പറഞ്ഞത്. ഇതിപ്പോൾ നസീർ ഇപ്പോൾ ഞാൻ പറയും ഗോവയിലാണെന്ന് പറയും, ഗോവയിൽ നിന്ന് നസീറിൻ്റെ ശബ്ദത്തിൽ ഒരു ഫോൺ കോൾ വന്നാൽ പോരെ, അപ്പം നിങ്ങൾ അന്വേഷിച്ച് ഗോവയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. തിരിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ തകർക്കുകയാണ്. അന്നേരവും പിന്നെ എസ് ഐ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അന്നേരം ഇതിപ്പം എനിക്ക് വേറെ ജോലിയുണ്ട്, ഇതിപ്പം മനുഷ്യനെ മെനക്കെടുത്താനായിട്ടൊന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വിഷ്ണു ഇറങ്ങുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാന്നിങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു തിരിഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം ഇതെന്തുവാ ഇങ്ങനെ വെറുതെ പ്രഹസനം കാണിക്കുന്ന, കട്ടവന് കിട്ടിയെങ്കിൽ കിട്ടിയൻ്റെ തലയിൽ വെക്കുന്ന ആ ഒരു സ്വഭാവം, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ ജോലിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് ആ ക്യാബിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം എസ് ഐ പറയുകയാണ്, മാഡത്തിൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയ്ക്ക് ക്ഷമിച്ചത്, അവൻ്റെ ഷോ എന്ന് പോലീസുകാരെടുത്ത് വേണ്ടാന്നൊന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് സല്യൂട്ടൊക്കെ അടിച്ചിട്ട് എസ് ഐ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരവും ശാലിനി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷേ ആ വിഷ്ണു പറഞ്ഞത് എല്ലാം കൂടി ഒരു കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ശാലിനിക്ക് ഏകദേശം ഒരു മറുപടി കിട്ടും. വിഷ്ണുവിൻ്റെ നാവിൽ നിന്ന് തന്നെ അത് ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ക്രൈം ചെയ്തിട്ട് തെളിവ് കൊണ്ടുപോയി ഒളിപ്പിക്കുക എന്നുള്ളത് സിനിമയിലും സീരിയലിലും ഉള്ളതാണെന്നൊക്കെ. അതൊക്കെ ശാലിനി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഈ വെളിയിലേക്ക് ഇറങ്ങുന്ന വിഷ്ണു ഇങ്ങനെ ആകെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് റവന്യൂ സെക്രട്ടറി ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കാഹളം കുമാരൻ എന്ന് പറയുന്ന ഒരാൾ സർക്കാരിനെതിരെ ഒരു കേസ് ഇങ്ങനെ ഫയൽ ചെയ്തിട്ടുണ്ട്, പരുത്തിക്കുന്നിലെ കുടിയേറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ അയാൾ പണ്ട് പത്രപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഒറ്റയാൾ പോരാട്ടം തുടങ്ങിയതാണ്. വലിയ തലവേദനയാണ് സർക്കാരിനൊക്കെ. അന്ന് മുഖ്യമന്ത്രിക്ക് പോലും അന്നത്തെ കാലത്ത് ഭീഷണിയായിരുന്നു, പ്രതിപക്ഷമായിരുന്നില്ല, ഈ കുമാരനായിരുന്നു പിന്നെ ശബ്ദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കേസിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് പിന്നെ ശാലിനിയാണെങ്കിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് എനിക്കൊരു റിപ്പോർട്ട് തരണമെന്ന് പറയുകയാണ്. കുമാരൻ തെളിയിക്കുന്ന തിരിക്ക് അല്പം ആളൽ കൂടിയിരിക്കും, അത് കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും കുമാരൻ വെട്ടുന്ന വഴി, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഒരാളിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരു കാവി വസ്ത്രമൊക്കെ ധരിച്ച ഒരാളാണെങ്കിൽ ഇങ്ങനെ കാലം കൊടയൊക്കെ പിടിച്ച് നടന്നു വരുന്നതും ഒരു സഞ്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അന്നേരം മൊത്തത്തിൽ ഒരു തലവേദന സാർ എനിക്ക് തന്നല്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അന്വേഷിച്ച് എന്തായാലും ഒരു റിപ്പോർട്ട് താ എന്ന് പറയുന്നുണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ല, നമുക്ക് ഇതിൽ നിന്നും തടിയൂരണം, ഇയാൾ കോടതിയിൽ നിന്നും കോടതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, പ്രശ്നം സുഗമമായിട്ട് പരിഹരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഇങ്ങനെ ഫോൺ വയ്ക്കുകയാണ്. ഇതേസമയം കടപ്പുറത്ത് കൂടിയാണെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ ഓട്ടിക്കുന്നുണ്ട്. നിൽക്കട അവിടെ കള്ളാന്നൊക്കെ വിളിച്ചാണ് ഓട്ടിക്കുന്നത്. അവസാനം ഇവർ ചേർന്ന് കുട്ടിയെ പിടിക്കുന്നുണ്ട്. അന്നേരം എടുക്കട പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേഴ്സിൽ നിന്ന് ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കുന്നുണ്ട്. അന്നേരം നീ പിന്നെ എന്തിനാ പേഴ്സ് എടുത്തുകൊണ്ട് ഓടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ കുട്ടിയാണെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയതാണ്, അവർ ഓടിച്ചിട്ട് പിടിച്ചതുമാണ്. ആ സമയത്ത് ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടതെന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം തൊട്ടപ്പുറത്തെ കടയിലെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ കാഹളം കുമാരൻ എന്ന് പറയുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ആ ബീച്ച് വഴി നടന്നു വരുമ്പോൾ എന്താ അവിടെയെന്നും പറഞ്ഞ് അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഈ ഓടിച്ച ഇവർ പറയുന്നുണ്ട്, കുമാരേട്ട ഇവനാണെങ്കിൽ എൻ്റെ പേഴ്സ് എടുത്തുകൊണ്ട് ഓടി, ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ കുട്ടിയോട് കുമാരൻ ചോദിക്കുന്നുണ്ട്, നീ ഇവരുടെ പേഴ്സ് എടുത്തോന്ന് ചോദിക്കുകയാണ്. എടുത്തോന്ന് നീ ചോദിക്കുമ്പോൾ എടുത്തു എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്തിനാന്ന് ചോദിക്കുമ്പോൾ വിശന്നിട്ടാണ് എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തതെന്ന് പറയുമ്പോൾ ഇയാൾക്ക് സങ്കടം തോന്നുകയാണ്. അന്നേരം പോലീസിൽ ഏൽപ്പിക്കണമെന്ന് അവർ വീണ്ടും ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സ് കിട്ടിയില്ല, ഇനി പൊയ്ക്കോ,
അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ കുമാരേട്ടനെ പോലെയുള്ളവരാണ് ഇവർക്ക് വളം വെച്ച് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അവരങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ഈ കുട്ടിയോട് പറയുന്നുണ്ട്, നീ ഈ ചുറ്റുമുള്ളവരെ നോക്കിക്കേ, എല്ലാവരും അധ്വാനിച്ചല്ലേ ജീവിക്കുന്നത്, ഈ അയ്യപ്പേട്ടനെ കണ്ടില്ലേ എന്നും പറഞ്ഞ് തൊട്ടപ്പുറത്തെ കടയിലുള്ള ഒരാളിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന അധ്വാനമാണ്, കടയൊതുക്കാൻ പാതിരാത്രിയൊക്കെ ആവും, എന്നിട്ടും അധ്വാനിച്ചല്ലേ, നിന്നെ പോലെ ഇനി ചെയ്തതുപോലെ മറ്റുള്ളവരുടെ മുതൽ തട്ടിപ്പറിച്ച് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൊരു തൃപ്തിയുണ്ട്, ഇനി നീ മോട്ടിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ചെയ്യൂല എന്ന് പറയുകയാണ്. തുടർന്ന് ഈ അയ്യപ്പനോട് പറയുന്നുണ്ട്, ഇവൻ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ ബീച്ചിൽ തന്നെ അവിടെ ഇട്ടിരിക്കുന്ന കസേരയും ടേബിളിലേക്ക് ഇരിക്കുന്നുണ്ട്. ഈ അയ്യപ്പൻ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഈ കുട്ടി വെപ്രാളത്തോടെ കഴിക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യരുത്, അധ്വാനിച്ചതിന് ജീവിക്കണം, അതിൽ നിന്നൊരു പങ്കിട്ട് നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന തൃപ്തി വേറെ ഒന്നിലും നിനക്ക് കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് അയ്യപ്പനോട് ചോദിക്കുന്നുണ്ട്, കടയിലൊരു സഹായത്തിന് ആൾ വേണമെന്ന് പറഞ്ഞില്ലേ, കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ ദൈവനെ ഇവിടെ നിർത്തിക്കുമോ എന്ന് പറയുകയാണ്. അന്നേരം അയ്യപ്പൻ സംശയം പറയുന്നുണ്ട്, ഇങ്ങനെ കള്ളത്തരമൊക്കെ ആയിട്ട് നടക്കുന്ന നിർത്തിയാൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ ആരും കള്ളന്മാരായിട്ടും ജനിക്കുന്നില്ല, സാഹചര്യം അങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, പിന്നെ നമ്മുടെ ഈ മുൻവിധിയാണ്, അത് മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, തൽക്കാലം എന്നെ ഇവിടെ നിർത്ത്, ഇവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ കുട്ടിയോട് പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുക, പിന്നീട് എന്തെങ്കിലും ഞാൻ നോക്കാമെന്ന് പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ ഒരു ഇനോവ വണ്ടി ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുകയാണ്. അന്നേരം ഈ അയ്യപ്പൻ പറയുന്നുണ്ട്, മാണിക്കോത്തെ വണ്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും കുറേ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന ആൾക്കാർ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൽ ആരാടാ കാഹളം കുമാരൻ ചോദിക്കുമ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് കുമാരൻ ഒരു ഭാവഭേദം ഇല്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, നീ മാണിക്കോത്തെ മഹേന്ദ്ര സാറിനെതിരെ ഹർജി കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൊടുത്തു എന്ന് പറയുകയാണ്. അന്നേരം മര്യാദയ്ക്ക് അത് പിൻവലിച്ചോ, ഇല്ലെങ്കിൽ തടി കേടാവുമെന്ന് പറഞ്ഞ് ഇവർ വരട്ടുകയാണ്. അന്നേരം ഇല്ല, ഈ തടിയിൽ ഇനി കേടാവാനൊന്നുമില്ല, ഇത് പാഴ്ത്തടിയാണ്. പക്ഷേ അപ്പോൾ ഈ ഗുണ്ട പറയുന്നുണ്ടെങ്കിൽ പിന്നെ അതിലുള്ള ജീവൻ അങ്ങ് അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ചെയ്തോ, പക്ഷേ അവസാനിപ്പിക്കുന്നവരെ ഈ കുമാരൻ ആണായിട്ട് തന്നെ ജീവിക്കും, നീ പോയി നിൻ്റെ മഹേന്ദ്രനോട് പറഞ്ഞേക്ക് എന്നിങ്ങനെ പറയുമ്പോൾ വെല്ലുവിളി എന്ന പോലെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഈ കുമാരൻ എന്തിനും തയ്യാറായിട്ട്, വയസ്സായ ഒരാളാണ്, സ്റ്റിക്കൊക്കെ കുത്തിയാണ് നടക്കുന്നത്, അത്ര ബലമൊന്നുമില്ല, അങ്ങനെ അത്രയുമേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ആ മാണിക്കോത്ത് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കാണിക്കുന്നുണ്ട്, അതിൽ കസേരയിൽ ഒരാളിരിക്കുന്നതും കാണിക്കണം, പക്ഷെ അത് വ്യക്തമായിട്ട് ആ മുഖം കാണിക്കുന്നില്ല, ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഈ ശാലിനി ഇയാളെക്കുറിച്ച് ഈ സത്യാവസ്ഥ കൊടുത്തതിൻ്റെ സത്യാവസ്ഥ അറിയാണ്, പക്ഷേ കാഹളംകുമാറിൻ്റെ പേരിലായിരിക്കും മിക്കവാറും സത്യം ഉള്ളത്. അപ്പോൾ ശാലിനി കൂടെ നിൽക്കുമായിരിക്കും. ഈ മഹേന്ദ്രൻ എന്ന് പറയുന്നത് ഇനി പുതിയ വില്ലനായിട്ട് വരുമോ, എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.